ഉള്ളത് പറയുവാണെങ്കിൽ ചില ആളുകൾക്ക് കുരു പൊട്ടും. അങ്ങനാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഭയങ്കര വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പം കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണ്. സുധാകരനെ മത്സരിപ്പിക്കത്തില്ല, സുധാകരനെ മത്സരിപ്പിക്കത്തില്ല എന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള പല ആളുകളുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആ മനുഷ്യൻ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു തന്നെ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് സുധാകരനെയും, കണ്ണൂരത്തെ സിംഹമാണ് സുധാകരനെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും ശ്രീനാദേവി കുഞ്ഞമ്മയൊക്കെ ഒതുക്കാനുള്ള പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നണി കൂടെ പല പരിപാടിയും നടക്കുന്നുണ്ട്. അപ്പം ഇവർ മൂന്നുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തുടരണം. ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന കുറേ ഈ പറഞ്ഞിട്ടുള്ള കഴുകന്മാരുണ്ടല്ലോ, അവരെയൊക്കെ മുമ്പിൽ നിന്നിട്ട് വളർന്ന് മേളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുധാകരനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, സുധാകരൻ എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയൊക്കെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളത്, കണ്ണൂരിൽ കടന്ന് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പുള്ളിയൊക്കെ വിയർപ്പ് നീരാക്കി പണിയെടുത്തിട്ടുള്ളതൊന്നും ഇപ്പോഴുള്ള ഒരു കോൺഗ്രസ് ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരുത്തനും അനുഭവിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പം ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കാരണം ഞാൻ ഈ പറയുന്നത് ഉള്ളയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. കാരണം ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ കുരു പൊട്ടും. ചില ആളുകൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ഞാനങ്ങ് അടിച്ച് ആക്ഷേപിക്കുവാണ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ തകർക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എത്രയോ നല്ല ആളുകളെ ഒതുക്കി ഉമ്മൻചാണ്ടിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മതി. ഉമ്മൻചാണ്ടി ഇതിനൊരു എക്സാമ്പിളാണ്. ഉമ്മൻചാണ്ടിയുടെ കസേര തെറിപ്പിച്ച് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് കളിച്ച ആരാന്നൊക്കെയാണ് നമുക്ക് അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഭരണപക്ഷത്തെക്കാളും ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളാണ് കുതുകാൽ വെട്ടുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അതുപോലെ എല്ലാവരും ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകൾ എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. നിങ്ങളെ പിന്തുണ എനിക്കും വേണം. അതുകൊണ്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളെയും ഒതുക്കാനുള്ള പല പരിപാടിയും പുറവിലൂടെ നടന്നത് നമ്മൾ കണ്ടതാണ്. ബെനീനായനാനെ ഒതുക്കാൻ നോക്കി. ഇതിനെയൊക്കെ നിങ്ങളൊന്ന് അരിയാഹാരം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവരെയൊക്കെ ഒതുക്കാൻ വേണ്ടി മുൻപോട്ട് ഇറക്കിയത് ആരെയാണ്? ഈ പ്രസ്ഥാനത്തുള്ള MA ഷഹനാസ് എന്ന് പറഞ്ഞ വ്യാജ IAS വെച്ചിട്ടാണ് ഇവരെയൊക്കെ ഒതുക്കാനെ കൊണ്ട് ശ്രമം നടത്തിയത്. പക്ഷെ അതൊക്കെ പൊട്ടി പാളീസായിപ്പോയി, ചീറ്റിപ്പോയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഷഹനാസ് രംഗത്ത് വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷഹനാസിനെതിരെ പാർട്ടി ഒരു അച്ചടക്ക നടപടി എടുത്തില്ല, പാർട്ടി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയില്ല. കോടതി ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റക്കാരനല്ല, വെറും ഒരു കുറ്റാരോപിതനാണെന്ന് കോടതി വരെ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെടുക്കുന്നില്ല, എന്തുകൊണ്ട് പാലക്കാട് സീറ്റ് കൊടുക്കുന്നില്ല? അതിൽ നിന്നൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഈ പ്രസ്ഥാനത്തിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയാൻ കാര്യം തന്നെ സുധാകരൻ അറിയാം. ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ സുധാകരനെ അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് തന്നെ കളിച്ച നാറിയ കളികൾ ഈ പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും കളിച്ചിട്ടുള്ള കളികളെ പറ്റിയിട്ട് സുധാകരനെ നല്ലപോലെ അറിയാം. അപ്പം ഇതൊന്നും സുധാകരൻ്റെ രോമത്തിൽ പോലും തൊടാൻ പോകുന്നില്ല. കാരണം ഇതിനേക്കാളും വലിയ ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കണ്ടിട്ട്, ഇതിനേക്കാളും വലിയ ഇതൊക്കെ കണ്ടിട്ടാണ് സുധാകരൻ കണ്ണൂരിൽ കടന്ന് വളർന്നിട്ടുള്ളത്. കണ്ണൂരുള്ള ജനങ്ങൾക്കറിയാം സുധാകരൻ ആരാണെന്നും എന്താണെന്നും. സുധാകരൻ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് തികച്ച ത്യാഗങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ണൂർക്കാർക്കറിയാം അല്ലേ. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിൻ്റെ ഭാഗമായിട്ട് സുധാകരനെ ഒതുക്കാനുള്ള ശ്രമം നടത്തി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനുള്ള ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ രാഹുൽ മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ രാഹുലിനെ സാർ എന്ന് വിളിക്കാൻ ചില ആളുകൾക്ക് മടി. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നാണക്കേട്. അതുകൊണ്ടാണ് രാഹുലിനെ മുളയിലേ നുള്ളാനെ കൊണ്ട് ഇവരൊക്കെ നോക്കി രാഹുലിനെ എവിടെ ഇട്ട് പിടിക്കാവോ അവിടെ ഇട്ട് തന്നെ ഒരു പിടി കൊടുത്ത് രാഹുലിനെ പുറത്താക്കി മറ്റേ പടിയടച്ച് പിണ്ടൊക്കെ വയ്ക്കുമെന്ന് പറയുമല്ലോ, അതേപോലെ ഇവർ പടിയടച്ച് പിണ്ടം വെച്ചത്. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിളായിട്ട് ഈ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളും രാഹുൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും
വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഇങ്ങണിക്കുട്ടനും മങ്ങിണിക്കുട്ടനൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് യൂട്യൂബിനകത്തൊന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നും കൂടെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ കെ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? സുധാകരൻ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിനെ വിളിച്ച് സംസാരിച്ചു. രാഹുലിന് പറ്റിയ തെറ്റ് അത് തെറ്റാണെന്നൊരു നേതാവ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേണം, അതാണ് ഒരു നേതാവ്. എന്നിട്ട് എന്താണ് ചെയ്തത്? അയാളെ തിരുത്തി ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനാണ് സുധാകരൻ മുന്നിട്ടിറങ്ങിയത്. അപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുവാണ്. സുധാകരനെ എതിർത്തുകൊണ്ട് മറ്റുള്ള ആളുകൾ, ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മുൻപോട്ട് വന്നു. രാഹുലിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം, അതാണ് ഇവരെയൊക്കെ ലക്ഷ്യം. സുധാകരൻ മാത്രമാണ് അവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തത്. കാരണം എത്ര വട്ടം മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സുധാകരൻ പറഞ്ഞ മറുപടി ഞാൻ മാറ്റി പറയത്തില്ല. ഇനി വി.ഡി. സതീശനല്ല, രമേശ് ചെന്നിത്തല എന്നല്ല, ഏതവൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ രാഹുൽ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളൊരു സുധാകരനെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെയൊക്കെ വാശിക്കാണ് സുധാകരനെ ഇപ്പം മത്സരിപ്പിക്കാതിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ പുറവിൽ ഭയങ്കര കളികൾ കിടക്കുന്നുണ്ട്. ഞാനെന്തായാലും സുധാകരൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സുധാകരൻ്റെ നിലപാട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അങ്ങനെ വേണം ഒരു നേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു വളർന്നു വരുന്ന യുവ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം ഒരു നേതാവ്. അല്ലാതെ എന്തെങ്കിലും ഒരു കാരണത്തിൽ ഒരാൾക്കൊരു തെറ്റ് പറ്റി അയാളൊന്ന് വീണ് പോയി കഴിഞ്ഞാൽ അയാളെ ചവിട്ടിയെടുത്ത് വെളിയിൽ കളയുകയല്ല വേണ്ടത്. തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തും മനസ്സിലാക്കി അയാളെ കൈപിടിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു വലിയൊരു നേതാവ് ജനിക്കുന്നത്. ഇവിടെ സുധാകരൻ പറഞ്ഞ എന്താണ്? രാഹുലിനൊരു തെറ്റ് പറ്റി, അത് നിയമപരമായിട്ട് പോട്ടെ. രാഹുൽ തെറ്റുകാരനാണെങ്കിൽ കോടതി ശിക്ഷ വിധിക്കട്ടെ. ആളുകൾ എന്തിനാ, ഒരു വ്യക്തികളല്ല അത് ശിക്ഷ വിധിക്കേണ്ടത്. അതുപോലെ ഈ ഒരു കാര്യം പറഞ്ഞ് രാഹുലിൻ്റെ രാഷ്ട്രീയത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് സുധാകരൻ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ആ കേസെടുത്തോട്ടെ. എനിക്കൊരു വാക്കും ഒരു നാക്കും ഒരു പണിയേ ഉള്ളൂ, ഒരു വിശ്വാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞെല്ലാം പറഞ്ഞത് തന്നെ. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പം കേസ് വന്നല്ലോ, ആ കേസിന്റെ അനന്തര ഫലങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. ഈ ഘട്ടത്തിൽ പോലും രാഹുലിന്റെ ഭാഗത്ത് തെറ്റുപറ്റി, അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെയ്ത് ശരിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് രാഹുലിൻ്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ജോളായി പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്, അത്രേ ഉള്ളൂ. നേരിട്ട ഒരു മനുഷ്യൻ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആളിനെ സുധാകരനെ പോലുള്ള ഇത്ര മുതിർന്ന നേതാവ് ഒരു രാഷ്ട്രീയ അഭയം നൽകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം തന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാൾക്കെതിരെയുള്ള നടപടി നടന്നോട്ടെ, ആ നടപടിക്ക് അദ്ദേഹം എന്തെങ്കിലും ശിക്ഷ അർഹതയുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കോട്ടെ, അതിൽ തർക്കമൊന്നുമില്ല. നമ്മളായിട്ട് ജനവിധി എഴുതണ്ട, അത്രേ ഞാൻ പറഞ്ഞു. ഉണ്ണിത്താൻ പറഞ്ഞതിനൊന്നും മറുപടിയില്ല. ഉണ്ണിത്താനിന്റെ മറുപടി പറയാനൊന്നും ഞാനില്ല. വായിക്ക് തോന്നിയത് കൊതക്ക് പാട്ട് എന്ന് പറയുന്ന ഉണ്ണിത്താനോട് ആ മറുപടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? എന്നെ വിട്, വണ്ടിക്ക് പോകണം, വണ്ടി വരുന്നു. കണ്ടല്ലോ, ഈ സുധാകരനെ ഒതുക്കാനാണ് ഇവരൊക്കെ പ്ലാൻ ചെയ്യുന്നത്, രാഹുലിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ. ഇനി ഞാനിവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വെച്ച് തരാം. രമേശ് ചെന്നിത്തലയൊക്കെ ഈ ഒരു വിഷയത്തിൽ, കാരണം ഇവർക്കൊക്കെ രാഹുലിനോട് ഭയങ്കര ദേഷ്യമാണ്. രാഹുലിനെ കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടന്നു കളയുന്നൊരു ഈ ഒരു പ്രസ്ഥാനത്തിൽ ഉള്ള വ്യക്തികളാന്നേ ഉള്ളൂ. പക്ഷേ ഇവരൊക്കെ ഉണ്ടല്ലോ, രാഹുൽ എന്നൊരു വ്യക്തിയെ കാണുമ്പോഴേ ഇവർ മുഖം തിരിച്ച് നടന്നു കളയുന്ന ഒരു പ്രകൃതമാണ് ഇവരൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രമാത്രം രാഹുലിൻ്റെ വളർച്ചയെ ഇവരൊക്കെ പേടിച്ചിരുന്നു. നാളെ രാഹുൽ വല്ല മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ സാറേന്ന് വിളിക്കാൻ ഒരു നാണമുണ്ടല്ലോ, സാറേന്ന് വിളിക്കാൻ ഒരു മടി കാരണമാണ് ഇവരൊക്കെ ഇപ്പോഴേ മുളയിലെ രാഹുലിനെ മുള്ളിക്കളയാൻ. രാഹുലിൻ്റെ കേപ്പബിലിറ്റി, രാഹുലിൻ്റെ പവർ, രാഹുൽ എന്നൊരു വ്യക്തിയുടെ കഴിവ്, രാഷ്ട്രീയത്തിലെ കഴിവ് തിരിച്ചറിഞ്ഞ് ഇവരൊക്കെ രാഹുലിനെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. രാഹുൽ ശക്തനായിട്ട് തന്നെ തിരിച്ചു വരും. കാരണം സുധാകരനെ പോലെയുള്ള ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ കയറി വരും. ഇവർക്കൊക്കെ ഭയമായിരുന്നു, ഇവർക്കൊക്കെ പേടിയായിരുന്നു സുധാകരൻ വഴി രാഹുൽ നാളെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുമോ. കാരണം സുധാകരനെ പോലെയുള്ള ആളുകളുടെ പിന്തുണ ഉണ്ടെങ്കിൽ, അവരെയൊക്കെ അനുഭവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു വളർച്ചയ്ക്ക് വഴി ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ നാളെ കേരള മുഖ്യമന്ത്രി കസേരയിൽ വരെ കൊണ്ടിരുത്തുമെന്ന് നല്ല ബോധ്യം ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട്
ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയ്ക്ക് 2 പേരെയും പുറത്താക്കാൻ ഇവർ പ്ലാൻ ചെയ്തത്. അതാണ് കെ സുധാകരനെ ഇപ്പം പുറത്താക്കിയത്. കെ സുധാകരൻ മത്സരിപ്പിക്കാൻ ഇത് കൊടുക്കുന്നില്ല എന്നറിയുമ്പോഴത്തേക്ക് എങ്ങനെ ആയാലും പുള്ളി മാനസികമായിട്ട് തകരും. പുള്ളിയെ ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് സ്വയമേധയാ അങ്ങ് ഒഴിയിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി ഞാൻ രമേശ് ചെന്നിത്തല പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അവതാരകൻ ചോദിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടുവോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പറയുന്ന മറുപടി നമുക്കറിയാം. ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടും കാണാതെ കൂടെയുള്ള പ്രവർത്തകൻ രമേശ് ചെന്നിത്തല വിളിച്ച് തോണ്ടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ട്, എന്നിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചെന്നിത്തല അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നമ്മളെല്ലാവരും കണ്ടാണ്. ഞാൻ അതുൾപ്പെടെ ഇവിടെ വെച്ച് തരാം. ആദ്യം രമേശ് ചെന്നിത്തല പറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കള്ളത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം. രമേശ് ചെന്നിത്തലയുടെയും വി ഡി സതീശൻ്റെയൊക്കെ കള്ളത്തരങ്ങൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കെ സുധാകരനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ, പോസ്റ്റിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. കെ സുധാകരനോട് ചോദിക്കുന്ന കെ സുധാകരൻ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ഇട്ടല്ലോ. അപ്പം അതിനെതിരെ വി ഡി സതീശൻ പറഞ്ഞ കാര്യം എന്താണ്? ആ പോസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു, അത് കെ സുധാകരനല്ല ഇട്ടേന്ന്. തൊട്ട് പിറകെ തന്നെ കെ സുധാകരൻ കെ സുധാകരൻ്റെ വായിൽ നിന്ന് തന്നെ അത് വീണിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ടത് ഞാൻ തന്നെയാണെന്ന് പറയുന്നവർക്ക് എന്തും പറയാം, അതവർ പറഞ്ഞോട്ടെ എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ തന്നെ ഇവരെയൊക്കെ കള്ളത്തരങ്ങൾ, ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകളുടെ ഐക്യം എത്രത്തോളം ഉണ്ടെന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. ഇവർ പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവരൊക്കെ തന്നെയാണ്. കസേര മോഹികളായിട്ടുള്ള ഇവരൊക്കെ എന്ന് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുന്നു അന്നേ ഈ പ്രസ്ഥാനം ഗതി പിടിക്കത്തുള്ളൂ. അപ്പം ഞാനിവിടെ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. രമേശ് ചെന്നിത്തല പറയുന്നത് പരസ്യമായിട്ട് തള്ളി പറയാറില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിയമപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അവിവാഹിതനായിട്ടുള്ള ഒരാൾക്ക് അത്തരം ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല എന്നാണല്ലോ കോടതി പറഞ്ഞത്. പക്ഷേ അപ്പോൾ നമുക്ക് ലീഗലി നിയമപരമായിട്ട് അപ്പോൾ അയാൾ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ഡിസ്ക്ലോസ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഭാഗം പറയുന്നൊരു ഇൻ്റർവ്യൂ സാർ കണ്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാർട്ടി തീരുമാനത്തിനല്ലാതെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നൊരു വ്യക്തിത്തിൻ്റെ അഭിപ്രായം എന്താ? അല്ല, അത് ഞാനിപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല. കാരണം ഓൾറെഡി അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മളിനിയിപ്പം അത്തരം ആ വിഷയത്തിലേക്ക് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കും. ഓക്കെ, ഇതിനിടയിൽ അദ്ദേഹമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഫോൺ സംസാരം എന്തെങ്കിലും ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ NSS പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്നു. ആളുകൾ പറഞ്ഞ് ഞാൻ കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ശരിയല്ല. അന്നേരം ഞാൻ കണ്ടില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചായിരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ കൂടെ ഇത്രയും ആളുകളുണ്ടല്ലോ, അതായത് നമുക്ക് സ്വൈര്യമായിട്ട് ഒറ്റയ്ക്ക് കണ്ടല്ലോ. നട്ടാക്കൊരുക്കാത്ത നുണയാണ് ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞതെന്ന് ഉള്ള തെളിവ് ഞാനിവിടെ കാണിച്ചു തരാം. രാഹുലിനെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ മുഖം തിരിച്ച് നടന്ന് മാറിപ്പോകുന്ന രമേശ് ചെന്നിത്തല, തൊട്ട് പുറകിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ വന്നൊരു പ്രവർത്തകൻ, കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകൻ തന്നെയാണ്. ആ പ്രവർത്തകൻ രമേശ് ചെന്നിത്തലയെ തോണ്ടി വിളിച്ചിട്ട് പോലും മൈൻഡ് ചെയ്യാതെ തട്ടിക്കളഞ്ഞിട്ട് ഓടിപ്പോകുന്ന രമേശ് ചെന്നിത്തലയാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി ഞാനിവിടെ വി ഡി സതീശൻ്റെ കാര്യം പറഞ്ഞല്ലോ. വി ഡി സതീശൻ ഈ പറഞ്ഞിട്ടുള്ള മറ്റേ കെ സുധാകരൻ്റെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്, കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞിട്ടുള്ള വി ഡി സതീശൻ കെ സുധാകരനെ വിളിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കെ സുധാകരൻ പറഞ്ഞിട്ടുള്ളത്, എനിക്കറിയത്തില്ല അങ്ങനൊരു പോസ്റ്റിനെ പറ്റിയിട്ട എന്നാണ് ഈ വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അല്ലേ. എന്നാൽ അതൊക്കെ പൊളിച്ചടുക്കി, ഈ വി ഡി സതീശൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ട് നമ്മുടെ ഈ കെ സുധാകരൻ തന്നെ അത് വാർത്താ മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഞാനാണ് ആ പോസ്റ്റ് ഇട്ടത്, എൻ്റെ അറിവോട് കൂടിയാണ് ആ പോസ്റ്റ് ഇട്ടതെന്നും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം ഈ ഒരു പ്രസ്ഥാനത്തിലെ ഇവർ തന്നെ തമ്മിലുള്ള ഈ വിയോജിപ്പ്. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കേസിനകത്താണ് ഇവർ തമ്മിൽ വിയോജിപ്പും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും തുടങ്ങുന്നതിന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ട് നോക്കേ. കെ സുധാകരൻ പറയുന്നതും കൂടെ ഒന്ന് കേട്ട് നോക്ക്. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. ഇല്ല ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. ഇൻഫർമേഷൻ അറിയാതെയാണ് പുള്ളി എന്ന് പറഞ്ഞു പോയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. അയാൾ അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുന്നില്ല, അങ്ങനെ പറഞ്ഞു കാണുന്നത് വിശ്വസിച്ചിട്ടുണ്ടാവും പുള്ളി. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്.
കള്ളം പൊളിഞ്ഞതോടെ സതീശൻ പുതിയ നിലപാടുമായി രംഗത്ത് വന്നതാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. എന്നോട് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇട്ടാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഇന്നലെ ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. ഇല്ല കേട്ടല്ലോ. ഇനി ഞാൻ ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വി ഡി സതീശൻ്റെ കള്ളത്തരം പൊളിഞ്ഞു, അതുപോലെ രമേശ് ചെന്നിത്തലയുടെ കള്ളത്തരങ്ങളൊക്കെ എന്നേ പൊളിഞ്ഞാണ്. പല ആളുകളുടെയും കള്ളത്തരങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇനി ഞാൻ വി ഡി സതീശൻ്റെ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് വാർത്താമാധ്യമം ചോദിക്കുന്ന സമയത്ത് വി ഡി സതീശൻ്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. ആ ഒരു മറുപടിയും കൂടെ നിങ്ങൾ കണ്ടു നോക്കുക. കാരണം ഇവർക്കൊക്കെ എന്തൊരു തിടുക്കമായിരുന്നു എന്നറിയോ രാഹുൽ എന്നൊരു വ്യക്തിയെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കാം. പക്ഷേ ഇവർ വിചാരിക്കുന്നതിലും അപ്പുറമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ വരെ സപ്പോർട്ട് ചെയ്യും എന്ന് ഇവരൊരിക്കലും വിചാരിച്ചില്ല. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഈ കണ്ണൂരത്ത് സിംഹം എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യും എന്ന് ഇവരാരും വിചാരിച്ചതേയില്ല. അവിടാണ് ഇവർക്ക് തെറ്റിയത്. അപ്പം ഇവരൊക്കെ ഈ സീനാദേവിയും അതുപോലെ കെ സുധാകരനൊക്കെ രാഹുലിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊക്കെ നല്ല രീതിയിൽ കുരു പൊട്ടിയിട്ട് ഇവരെയും കൂടെ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് എടുത്ത് കളയണം എന്നൊരു വാശിയാണ്. ഇവരൊക്കെ ഇനിയും ഈ പ്രസ്ഥാനത്തിൽ തുടർന്നു കഴിഞ്ഞാൽ രാഹുലിന് തിരിച്ചു കയറി വരാനുള്ളൊരു വഴി ഒരുക്കി കൊടുക്കുമെന്നുള്ളൊരു പേടിയാണ് ഇവർക്കുണ്ടായത്. ഇപ്പോൾ ഈ സുധാകരനെ മത്സരിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് സുധാകരനെ പുറത്താക്കാനുള്ള പരിപാടി നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സുധാകരൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വരാൻ ഈ ഇലക്ഷന് മത്സരിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുമെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ട്. അതറിയാവുന്നതുകൊണ്ടാണ് കെ സുധാകരനെയും മുളയിലേ നുള്ളാൻ ശ്രമിക്കുന്നത്, ഇലക്ഷന് മുമ്പേ എടുത്ത് കളയാൻ ശ്രമിക്കുന്നത്, ഇങ്ങനൊരു ആരോപണം, ഇങ്ങനൊരു സംഭവം കൊണ്ടിട്ടിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വി ഡി സതീശൻ പറയുന്നതും കൂടെ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ടു നോക്കെ. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്. ഒരു ചർച്ചയില്ല, ഒരു ചർച്ചയില്ലെന്നേ. ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും. ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ്. ഒരു ചർച്ചയില്ല, ഒരു ചർച്ചയില്ലെന്നേ. ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം KPCC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചർച്ചയില്ല. അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും. ആ ചാപ്റ്റർ കേട്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരെയൊക്കെ ഇരട്ടത്താപ്പുകൾ. ഭരണപക്ഷത്തെക്കാളും ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവും അതുപോലെ സീനാദേവി കുഞ്ഞമ്മയും കെ സുധാകരൻ, ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ലീഡറാണ്. ഈ ലീഡർ എന്നൊക്കെ വിളിക്കാൻ പറ്റിയൊരു വ്യക്തി തന്നെയാണ് കെ സുധാകരൻ. അതിനകത്ത് യാതൊരു സംശയവുമില്ല, യാതൊരു ഡൗട്ട്സും ഇല്ല അല്ലേ. ഒരു നട്ടലുള്ളൊരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ ഒരു യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനം തകരാതെ മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലേ. ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചാൽ അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രസ്ഥാനമാവത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള സീനാദേവി കുഞ്ഞമ്മയും അതുപോലെ കെ സുധാകരനും രാഹുൽ മാങ്കൂട്ടമൊക്കെ തിരിച്ചു വരണം, ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്ത്